ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു റിഫ്രഷിങ് ഫുഡ് ഐറ്റമാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഇത് ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ഉണ്ടാക്കുന്നതാണ്. അതിനായി നമുക്ക് 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളക്കുമ്പോഴേക്കും ഒരു ബൗളെടുത്ത് അതിൽ 3-4 കസ്റ്റർഡ് പൗഡർ എടുത്ത് പച്ച പാലിൽ, തണുക്കാത്ത പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റർഡാണ്. എനിക്കിഷ്ടമുള്ള ഫ്ലേവറാണ് വാനില. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ചൂടാക്കാൻ വെച്ച പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. നന്നായി ചൂടായതിന് ശേഷം മാത്രം ചേർക്കുക. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ചൂടുള്ള പാലിൽ ഈ പൗഡർ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കട്ടയായി പോകും, നമ്മൾ വിചാരിച്ച പോലെ ആയി കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓരോ ആളുടെ എത്രത്തോളം വേണം മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് മധുരം ഉണ്ടെങ്കിലാണ് ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നത്. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് തണുക്കാൻ മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം. നമ്മളെ കയ്യിൽ എന്തെല്ലാം ഫ്രൂട്ട്സുകൾ അതൊക്കെ നമുക്ക് ചേർക്കാം. അതിന് എന്നും കൃത്യമായ കണക്കൊന്നുമില്ല, ഇങ്ങനെ വേണമെന്നൊന്നും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഞാനിവിടെ ആപ്പിളും അനാറും മുന്തിരിയും, കറുത്ത മുന്തിരി, വാട്ടർമെലൺ, പപ്പായ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം സീഡൊക്കെ ഉണ്ടെങ്കിൽ സീഡൊക്കെ മാറ്റി വെക്കുക. ഞാൻ ഇവിടെ വാട്ടർമെലൺ ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് അധികം ചേർക്കാത്തതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റർഡിൻ്റെ കൺസിസ്റ്റൻസി അത് ബാധിക്കും. ഈ ഫ്രൂട്ട്സിലെ വെള്ളം അതിലേക്ക് ഇറങ്ങിയിട്ട് അത് കുറച്ച് വെള്ളം പോലെ പോകും. അതുകൊണ്ട് വാട്ടർമെലൺ പോലത്തെ ഫ്രൂട്ട്സ് എല്ലാം വളരെ കുറച്ച് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി നന്നായി തണുത്ത ശേഷം ഈ കസ്റ്റർഡ് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാം. നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണിത്. ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സാണ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്താണെങ്കിലും ഡേറ്റ്സ്, ആൽമണ്ട്, കാഷ്യൂ, പിസ്ത എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് കാഷ്യൂ ആണ്. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റംസുമായി ഇനിയും വരാം.